ഹലോ, അപ്പൊ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിന്റെ പേരെന്താന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വർക്കിന് പോയിരുന്ന സമയത്ത് അവിടെ അടുത്ത് കടയിൽ നിന്ന് ഞങ്ങള് ഒരു വൈകുന്നേരത്തൊക്കെ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ പേരെന്താന്നുള്ളത് ഞാൻ മറന്നുപോയി. പക്ഷെ നമുക്ക് അത് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കണമെന്ന് മാത്രം. ഇനിയിപ്പൊ അതുപോലെ തന്നെ ഏവോന്നുള്ളത് അറിയില്ല, ആ ടേസ്റ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതന്നെ ഏവോന്നുള്ളത് അറിയില്ല. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ട, ഉരുളൻകിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബീട്രൂട്ട് ഇതാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. അതൊന്ന് വേവണ സമയം കൊണ്ട് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഒന്ന് നേരാക്കി വെച്ചു. അതിനുശേഷം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു. വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. 2 എടുത്തിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കുക എന്താ ചെയ്യാം. പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു സവാളയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അപ്പൊ പിന്നീട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ ഉരുളൻകിഴങ്ങും ബീട്രൂട്ടും കൂടി ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. അത് വെന്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വാടിയ ഉള്ളിയിലോട്ട് നമ്മൾ ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങ് എല്ലാം ഇട്ടതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ ഞാൻ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിന് പകരം തക്കാളി ഇട്ടാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച കോഴിമുട്ട ഇതുപോലെ 2 കഷ്ണാക്കിയിട്ട് അതിനെ ഈ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മുട്ട ബജിക്ക് മാവ് മുക്കണ പോലെ തന്നെ അതിന് പകരം ഈ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചട്ടി വെക്കുക, അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ നന്നാവും കേട്ടോ. ഞാനത് ഇടാൻ മറന്നുപോയി. കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചതൊന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം റസ്ക് പൊടിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതൊന്ന് ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. പിന്നെ ആയിട്ട് വറുത്ത് കോരിയെടുത്തു. പിന്നെ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ കഴിച്ചു നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കടയത്തേങ്കാട്ടിലും അടിപൊളിയായി എന്ന് തന്നെ വേണം പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ തന്നെ എന്താന്നുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.